നമസ്കാരം. ഇന്നത്തെ ഡേ സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ 14 നാം ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം. കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകാനായി സംഘടിപ്പിക്കുന്ന ദിനാചരണമാണ് ശിശുദിനം. രാജ്യത്തെ കുട്ടികൾക്ക് അവരുടെ ജീവിതം മതിവരുവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവുമുള്ള ഉത്തമ പൗരന്മാരായി വളരുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ശിശുദിനാഘോഷങ്ങളുടെ ലക്ഷ്യം. ഇന്ന് ഏകദേശം 117 രാജ്യങ്ങൾ പല ദിനങ്ങളിലായി ശിശുദിനം ആഘോഷിച്ചു വരുന്നുണ്ട്. നവംബർ 20 അന്തർദേശീയ ശിശുദിനം ആചരിക്കുന്നത്. ജനീവയിലെ അന്തർദേശീയ ശിശുക്ഷേമ സംഘടനയുടെ മേൽനോട്ടത്തിൽ 1953 ഒക്ടോബറിലാണ് ലോകത്താകമനം ശിശുദിനാഘോഷത്തിന് തുടക്കമിട്ടത്. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്ന മലയാളിയായ VK കൃഷ്ണമേനോനായിരുന്നു. കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ ഊന്നാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമുള്ള ദിനമാണ് ശിശുദിനം. ശിശുദിനം കുട്ടികളുടെ ആഘോഷമായാണ് കൊണ്ടാടുന്നത്. തലമുറകൾ പിന്നിടുമ്പോഴും പ്രിയപ്പെട്ട ചാച്ചാജിയോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനായി കുട്ടികൾ നെഹ്റുവിൻ്റെ വസ്ത്രമണിഞ്ഞും ചിത്രം വരച്ചും ക്വിസ് മത്സരങ്ങൾ നടത്തിയും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസവും ഭക്ഷണവും അടക്കമുള്ളവ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കാൻ ഈ ദിനം ജനതയെ ഓർമ്മപ്പെടുത്തുന്നു. 1959 UN പൊതുസഭ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം അംഗീകരിച്ചതും 1989 കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കൺവെൻഷൻ അംഗീകരിച്ചതും നവംബർ 20 ഇവയുടെ വാർഷികം കൂടിയാണ് ലോക ശിശുദിനം. 1857 ജൂൺ 2 ഞായറാഴ്ച മസാച്യുസെറ്റ്സിലെ ചെൽസിയിലെ യൂണിവേഴ്സലിസ്റ്റ് ചർച്ച് ഓഫ് റിഡിമറിൻ്റെ പാസ്റ്റർ ഡോക്ടർ ചാൾസ് ലിയോനാർഡ് ശിശുദിനം ആരംഭിച്ചതായും ചരിത്രമുണ്ട്. ഇന്നത്തെ ഡേ സ്പെഷ്യൽ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.